ഹൈ ഓൾ, വെൽക്കം ടു എച്ച് എസ് അക്കാഡമി. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സെൻട്രൽ എക്സാംസ് അതുകൂടാതെ തന്നെ കുറച്ച് ഹയർ ലെവലിലുള്ള എക്സാംസിനൊക്കെ സാധാരണ ചോദിച്ച് വരുന്ന ഒരു ഏരിയ ആണ് ഈ സ്കെയിൽസ് ഇൻ ICU എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ സ്കെയിൽസ് ഇൻ ICU പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റാസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കെയിലാണ്, ഞാൻ പറഞ്ഞുതരാം. അതുകൂടാതെ CAM ICU ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള സ്കെയിലുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർസെറ്റ് പോലുള്ള എക്സാംസ്, പിന്നെ കുറച്ച് ഹയർ ലെവൽ എക്സാംസിലൊക്കെ ഇത് റിലേറ്റ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ സാധാരണ ചോദിക്കുന്നതാണ് സ്കെയിൽസിനെ കുറിച്ച് ക്ലാസ് എടുക്കാവൂ എന്ന് പറഞ്ഞിട്ട്. സോ അതിന്റെ ഒരു ഫസ്റ്റ് ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റാസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? റിച്ച്മണ്ട് അജിറ്റേഷൻ സെഡേഷൻ സ്കെയിൽ, കേട്ടോ. റിച്ച്മണ്ട് അജിറ്റേഷൻ സെഡേഷൻ സ്കെയിൽ എന്നുള്ളതാണ് ഈ റാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ സാധാരണ ICUസിലാണ് ഈ റാസ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്, കേട്ടോ. സാധാരണ ICUസിൽ പേഷ്യന്റ് സെഡേഷനിലായിരിക്കും, വെന്റിലേറ്ററിലായിരിക്കും, പേഷ്യന്റ് ഭയങ്കര അജിറ്റേറ്റഡ് ആയിരിക്കും, അവർ ട്യൂബ്സ് കത്തീറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ വലിച്ചു വരും, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ? സോ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ സാധാരണ ഈ റാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കേട്ടോ. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്ലിനിക്കലിയും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, കേട്ടോ. അപ്പോൾ ഇത് വൈഡ്ലി യൂസ്ഡ് ഇൻ ICU ടു അസസ് ദ പേഷ്യൻസ് ലെവൽ ഓഫ് സെഡേഷൻ ആൻഡ് അജിറ്റേഷൻ, അല്ലെ? പേഷ്യന്റെ ലെവൽ ഓഫ് സെഡേഷനും പേഷ്യന്റ് എത്രത്തോളം അജിറ്റേറ്റഡ് ആണ് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ റാസ് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, കേട്ടോ. അപ്പോൾ പേർപ്പസ് നോക്കിയേ, ടു മെഷർ ദ സെഡേഷൻ ഡെപ്ത്, കേട്ടോ. പേഷ്യന്റ് സാധാരണ നമ്മൾ വെന്റിലേറ്ററിലൊക്കെയാണ് പേഷ്യന്റ് എങ്കിൽ വെന്റിലേറ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ സാധാരണ പേഷ്യന്റിനെ സെഡേറ്റ് ചെയ്യാറുണ്ട്, അല്ലേ? സോ സെഡേഷന്റെ ഡെപ്ത് എത്രയാണ്? അതല്ല, പേഷ്യന്റ് ഇൻ കേസ് സെഡേഷൻ ആണെങ്കിലും ചിലപ്പം പേഷ്യന്റ് അജിറ്റേറ്റ് ആകാറുണ്ട്, അതല്ല എങ്കിലും ചിലപ്പോൾ പേഷ്യന്റ് അജിറ്റേറ്റ് ആകാറുണ്ട്, അല്ലേ? സോ ആ ഒരു അജിറ്റേഷന്റെ ലെവൽ എത്രയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അസസ് ചെയ്യാനാണ് നമ്മൾ സാധാരണ ഈ റാസ് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, കേട്ടോ. അതുകൂടാതെ തന്നെ വെന്റിലേറ്ററുള്ള പേഷ്യന്റ്, അതല്ല സെഡേറ്റീവ് ഇൻഫ്യൂഷൻസ് ഒക്കെ പോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ അതിന്റെ ലെവലൊക്കെ അറിയാനാണ് നമ്മൾ സാധാരണ റാസ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ നോക്കിയാൽ ഹെൽപ്സ് ടൈട്രേറ്റ് ദ സെഡേറ്റീവ്സ്, അല്ലെ? നമ്മൾ സാധാരണ ICUലെ പേഷ്യൻസ് വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കുമ്പോൾ അവരെ സെഡേറ്റ് ചെയ്യാറുണ്ട്, ലൈക്ക് പ്രൊപ്പഫോൾ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ മിഡാസോളം യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഈ സെഡേറ്റീവ്സിന്റെ ഡോസ് ടൈറ്റർ ചെയ്യാനും നമ്മൾ റാസ് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യാറുണ്ട്. സോ ഇതിന്റെ ഒരു സ്കോർ റേഞ്ച് വരുന്നത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, റാസിന്റെ സ്കോർ റേഞ്ച് വരുന്നത് +4 to -5, കേട്ടോ. +4 എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കോമ്പാറ്റീവ് ആണ്, -5 എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് അൺറോസബിൾ ആണ്. അതായത് കോമ്പാറ്റീവ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഒരു ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ -5 എന്ന് പറയുമ്പോൾ അൺറോസബിൾ ആണ്, അതായത് പേഷ്യന്റ് ഒരു ഡീപ് സെഡേഷനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ റാസ് സ്കെയിൽ, അല്ലെങ്കിൽ റിച്ച്മണ്ട് അജിറ്റേഷൻ സെഡേഷൻ സ്കെയിൽ എന്ന് പറയുന്നത്. നോക്കിയേ, ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് ഒരു 3 ഏരിയാസിൽ പറയാം, കേട്ടോ. അതിൽ ഒന്ന് നോക്കിയാൽ ഒരു +4 to +1, പിന്നെ 0 to -2, പിന്നെ -3 to -5. അതിൽ ആദ്യമായിട്ട് നോക്കുന്നത് +4 നമ്മൾ സ്കോർ കൊടുക്കുന്നത് എങ്ങനെയാണ്? പേഷ്യന്റ് അതിന്റെ ലേബൽ അല്ലെങ്കിൽ അതിന്റെ ഏത് റീജിയനിൽ വരും ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് കോമ്പാറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? പേഷ്യന്റ് വയലന്റ് ആണ്, ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ടു ദ സ്റ്റാഫ്. നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫിനൊക്കെ പേഷ്യന്റ് അത്യാവശ്യം ഡേഞ്ചറസ് ആണ്, കേട്ടോ. കാരണം പേഷ്യന്റ് കുറച്ച് കൂടുതൽ അജിറ്റേറ്റ് ആണ്, പേഷ്യന്റ് വയലന്റ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ ഉണ്ടാകും, കേട്ടോ. സോ നമുക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒബ്സർവേഷനിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, കേട്ടോ. നെക്സ്റ്റ് +3 വരുന്ന പേഷ്യന്റ് വെരി അജിറ്റേറ്റ് ആണ്, പുൾസ് ഓർ റിമൂവ്സ് ട്യൂബ്സ്, കത്തീറ്റേഴ്സ്. അതുകൂടാതെ പേഷ്യന്റ് അഗ്രസീവ് ആണ്, പേഷ്യന്റ് കത്തീറ്റേഴ്സും ട്യൂബ്സും ഒക്കെ വലിച്ചു മാറ്റുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് +2 എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് അജിറ്റേറ്റഡ് ആണ്, അതായത് ഫ്രീക്വന്റ് നോൺ പർപ്പസ്ഫുൾ മൂവ്മെന്റ്സ്. കൂടാതെ പേഷ്യന്റ് ഫൈറ്റ്സ് വിത്ത് വെന്റിലേറ്ററുമായിട്ട് പേഷ്യന്റ് ഫൈറ്റ് ചെയ്യുന്നു, അതായത് ട്യൂബ്സ് പേഷ്യന്റും വെന്റിലേറ്ററുമായിട്ട് ഒരു അസിൻക്രണി അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ഫ്രീക്വന്റ് ആയിട്ടുള്ള നോൺ പർപ്പസ്ഫുൾ മൂവ്മെന്റ്സ് പേഷ്യന്റ് കാണിക്കുന്നുണ്ട്, കേട്ടോ. നെക്സ്റ്റ് +1 എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ് ആണ് പേഷ്യന്റ്, അതായത് പേഷ്യന്റ് ആങ്ഷ്യസ് ആണ്, ബട്ട് മൂവ്മെന്റ്സ് ആർ നോട്ട് ദാറ്റ് മച്ച് അഗ്രസീവ്, അല്ലെ? പേഷ്യന്റ് അത്രയും അഗ്രസീവ് അല്ല, പക്ഷെ കുറച്ച് വിഗ്രസ് ആണ് പേഷ്യന്റ്. അതാണ് നമ്മൾ +1. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ സാധാരണ ICUലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ? 0 എന്ന് പറഞ്ഞാലോ അലേർട്ട് ആൻഡ് കാം, അതായത് സ്പോണ്ടേനിയസ് സ്പേസ് അറ്റൻഷൻ ടു ദ കെയർ ഗീവർ. പേഷ്യന്റ് അലേർട്ട് ആണ്, പേഷ്യന്റ് കാം ആണ്, അങ്ങനെയാണ് നമ്മൾ സാധാരണ 0 സ്കോർ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് അഗൈൻ -1 എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഡ്രൗസി ആണ്, അതായത് നോട്ട് ഫുള്ളി അലേർട്ട്, പേഷ്യന്റ് ഫുള്ളായിട്ട് അലേർട്ട് അല്ല, ബട്ട് ഹാസ് സസ്റ്റൈൻഡ് അവേക്കനിങ്. ഇടയ്ക്കൊക്കെ പേഷ്യന്റ് ഒന്ന് അവേക്കൻ ചെയ്യുന്നുണ്ട്, ഐ ഓപ്പണിങ്, ഐ കോൺടാക്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ്? ടു വോയിസിൽ പേഷ്യന്റ് കുറച്ചൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പേഷ്യന്റ് ശ്രമിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഡ്രൗസി എന്ന് പറയുക.
നെക്സ്റ്റ് -2 എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ലൈറ്റ് സെഡേഷൻ ആണ്. അതായത് ബ്രീഫ്ലി അവേക്കൻസ് വിത്ത് ഐ കോൺടാക്ട് വോയിസ്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്, അല്ലെങ്കിൽ പേഷ്യന്റ് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് ജസ്റ്റ് ഒന്ന് അവേക്കൻ ആകുന്നുണ്ട് കേട്ടോ. അതിനാണ് നമ്മൾ എന്ത് പറയുക, ലൈറ്റ് സെഡേഷൻ എന്ന് പറയുക. സോ മൂന്നാമത് വരുന്നത് -3, അതായത് അത് മോഡറേറ്റ് സെഡേഷൻ ആണ്. മൂവ്മെന്റ് ഓർ ഐ ഓപ്പണിംഗ് ടു വോയിസ് ബട്ട് നോ ഐ കോൺടാക്ട്. അതായത് പേഷ്യന്റ് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ല, പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ പേഷ്യന്റ് ഐ മൂവ്മെന്റും ഐ ഓപ്പണിംഗ് ഒക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, എങ്ങനെ സ്കോർ ചെയ്യുക, -3 എന്ന് സ്കോർ ചെയ്യുക. സോ ഈ 3 കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുന്നത് വോയിസ് വഴിയാണ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പേഷ്യന്റ് അഗെയിൻ പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടച്ച് ചെയ്ത് നോക്കാം പേഷ്യന്റ്. അപ്പം ഒരു ഡീപ് സെഡേഷൻ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക, നോ റെസ്പോൺസ് ടു വോയിസ്, സംസാരിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല. ബട്ട് മൂവ്മെന്റ് ഓർ ഐ ഓപ്പണിംഗ് ടു ഫിസിക്കൽ സ്റ്റിമുലേഷൻ, നമ്മൾ ഫിസിക്കലി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് ഷോൾഡർ ഒന്ന് ഷ്രഗ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് എന്ത് ചെയ്യും, പേഷ്യന്റ് ജസ്റ്റ് ഒന്ന് ഐ ഓപ്പൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഐ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ചെറിയ മൂവ്മെന്റ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റ് ഡീപ് സെഡേഷനിലാണ് എന്ന് ഓർക്കാം. നെക്സ്റ്റ് -5 എന്ന് പറഞ്ഞാൽ അൺഅറോസബിൾ ആണ്. അതായത് നോ റെസ്പോൺസ് ടു വോയിസ് ഓർ ഫിസിക്കൽ സ്റ്റിമുലേഷൻ കേട്ടോ. ഫിസിക്കൽ സ്റ്റിമുലേഷനും വോയിസിനൊന്നും പേഷ്യന്റ് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ അതിന് -5 എന്നാണ് പറയുക. അത് അൺഅറോസബിൾ ആണ്. അപ്പൊ 3 രീതിയിലാണ് നമുക്ക് ഇവിടെ അസസ്മെന്റ് ചെയ്യാനായിട്ട് കഴിയുക. നോക്കിക്കുക, ഒന്ന് ഒബ്സർവേഷൻ, 2 വോയിസ്, മൂന്നാമത്തേത് ടച്ച്. അപ്പൊ ഇതിന്റെ സ്കോർ വരുന്നത് +4 to -5 ആണെന്ന് ഓർക്കാം. സോ ഇത് എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ 3 രീതിയിലാണ്. ഒന്ന് ഒബ്സർവ് ചെയ്യുക, 2 വോയിസ്, 3 ഫിസിക്കൽ സ്റ്റിമുലേഷൻ കേട്ടോ. നെക്സ്റ്റ് ഒബ്സർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പേഷ്യന്റിനെ നോക്കുക, ഈസ് ദ പേഷ്യന്റ് അലേർട്ട് ആൻഡ് കാം, പേഷ്യന്റ് അലേർട്ട് ആണോ പേഷ്യന്റ് കാം ആണോ നോക്കുക. അത് എസ് ആണെങ്കിൽ റാസ് നമ്മൾ 0 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വോയിസ്, ഇഫ് നോട്ട് അലേർട്ട്, പേഷ്യന്റ് അലേർട്ട് അല്ല, നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റ് കോൾ പേഷ്യൻസ് നെയിം ലൗഡ്ലി, നമ്മൾ ഉച്ചത്തിൽ പേഷ്യന്റ് പേര് വിളിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ റെസ്പോൺസ് ചെക്ക് ചെയ്യുക കേട്ടോ. ഇതാണ് വോയിസ് എന്ന് പറയുക. നെക്സ്റ്റ് മൂന്നാമത്തേത് ഫിസിക്കൽ സ്റ്റിമുലേഷൻ. അതായത് ഇഫ് നോ റെസ്പോൺസ്, പേഷ്യന്റ് റെസ്പോൺസ് ഒന്നും തരുന്നില്ലെങ്കിൽ ഷോൾഡറിന് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലൈ സ്റ്റേണൽ റബ്ബ് ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മൾ, ഈ രീതിയിലാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റിമുലേഷൻ കൊടുക്കുക. സോ ഇതില് ഇങ്ങനെ നമ്മൾ അസസ് ചെയ്യുന്ന സ്കോറിൽ അസൈൻ സ്കോർ ബേസ്ഡ് ഓൺ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് റെസ്പോൺസീവ്നെസ് കേട്ടോ. പേഷ്യന്റ് ഹയസ്റ്റ് ലെവൽ ഓഫ് റെസ്പോൺസീവ്നെസ് അനുസരിച്ചിട്ടാണ് നമ്മൾ സ്കോർ അസൈൻ ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക. അപ്പം 3 കാര്യങ്ങളാണ്, ഒന്ന് ഒബ്സർവേഷൻ, 2 വോയിസ്, 3 ഫിസിക്കൽ സ്റ്റിമുലേഷൻ. ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അസസ്മെന്റ് ഏത് രീതിയിലാണ് നമ്മൾ അസസ്മെന്റ് ചെയ്യേണ്ടത്, അതുകൂടാതെ ഹയസ്റ്റ് ലെവലാണ് നമ്മൾ, അതായത് നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഹയസ്റ്റ് ലെവൽ നമുക്ക് ഏതാണോ കിട്ടുക അതാണ് നമ്മൾ പേഷ്യന്റ് അസൈൻ ചെയ്യുന്ന സ്കോർ എന്ന് കൂടി ഓർക്കാം. നെക്സ്റ്റ് ടാർഗറ്റ്, അതായത് നമ്മൾ ICU പേഷ്യൻസിൽ ഒരു സെഡേഷനിലെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതായത് ടാർഗറ്റ് ഇൻ ICU സെഡേഷൻ എന്ന് പറഞ്ഞാൽ റാസ് സ്കോർ ബിറ്റ്വീൻ -2 to 0. അതായത് പേഷ്യന്റ് ഒരു ലൈറ്റ് സെഡേഷൻ ടു കാം അലേർട്ട്. അതായത് പേഷ്യന്റിനെ കൊണ്ട് സ്വന്തമായിട്ട് പേഷ്യന്റിന്, അതല്ലാതെ വേറെ ബാക്കിയുള്ള പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ ICU സെഡേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ICU സെഡേഷൻ എന്ന് പറയുന്നത്, അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് റാസ് സ്കോർ ബിറ്റ്വീൻ -2 to 0 ആണ്. അതായത് ലൈറ്റ് സെഡേഷൻ ടു അലേർട്ട് ആൻഡ് കാം ആണ്. നെക്സ്റ്റ് ഡീപ് സെഡേഷൻ. ചില കേസിലൊക്കെ നമുക്ക് പേഷ്യന്റ് ഡീപ് സെഡേഷൻ അച്ചീവ് ചെയ്യേണ്ടതായിട്ട് വരും. നോക്കി, ലൈക്ക് പേഷ്യന്റ് സിവിയർ ആയിട്ടുള്ള ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രോസ് സിൻഡ്രോം ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യന്റ് സ്റ്റേറ്റസ് എപ്പിലെപ്റ്റിക്കസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻട്രാക്രൈനൽ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് ഡീപ് സെഡേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വരും. സോ ആ കേസിൽ നമ്മൾ സ്കോറിംഗ് പറയുന്നത് -4 to -5 കേട്ടോ. -4 to -5 ആണ്. അത് ഈ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ഒരു ഡീപ്പ് സെഡേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് റാസ് എന്ന് പറഞ്ഞാൽ റിച്ച്മോണ്ട് അജിറ്റേഷൻ സെഡേഷൻ സ്കെയിലാണ്. അതിന്റെ സ്കോറിംഗ് വരുന്നത് +4 to -5 ആണ്. അതിൽ നമ്മുടെ ICU ടാർഗറ്റ് വരുന്നത് ഓർക്കുക -2 to 0 ആണ് ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് ചോദിക്കും. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.